അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട കുട്ടികളെ, മർഹബൻ ബിക്കും ജമീഅൻ. പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായി എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. പരീക്ഷ ഇങ്ങെത്തിക്കഴിഞ്ഞു. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഈ ചിത്രം കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ചോദ്യം മനസ്സിലായിട്ടുണ്ടാവും. ഈ ചിത്രം എവിടെയാണ് പരീക്ഷയിൽ ചോദിച്ചത് എന്ന് ഞാൻ പറയട്ടെ. 2 ആഴ്ചകൾക്ക് മുമ്പ് 4ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഒരു ആനുവൽ എക്സാം നടന്നിരുന്നു. 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് അല്ലെങ്കിൽ +2 തലം വരെ ഒരേ സ്കൂളിലുണ്ടെങ്കിൽ ആ സ്കൂളിലെ കുട്ടികൾക്ക് നേരത്തെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള LP സ്കൂളിലെ കുട്ടികൾക്ക് അറബി എക്സാം കഴിഞ്ഞു. ആ സമയത്ത് അവർക്ക് ചോദിച്ച ഒരു ചോദ്യമാണ് നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താനായിട്ട് ഞാൻ വന്നിട്ടുള്ളത്. ചോദ്യം ഇതാണ്: നുഅയ്ദു വനക്തു. നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് എണ്ണാം എന്നിട്ട് എഴുതാം. എണ്ണി നോക്കാം എന്നിട്ട് നമുക്ക് എഴുതാം എന്നതാണ് ചോദ്യം. ഇവിടെ നോക്കൂ, ഈ രൂപത്തിന് എന്താണ് പറയുക എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതെ, എന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? ഇവിടെ നമുക്ക് നൽകിയിട്ടുണ്ട് ദീർഘചതുരത്തിന് മുസ്തത്വീൽ എന്നാണ് നമ്മൾ പഠിച്ചത്. മുസ്തത്വീൽ. ചിത്രത്തില് എത്ര മുസ്തത്തീലുകളുണ്ട്? 5 മുസ്തത്തീലുകളാണ് ചിത്രത്തിലുള്ളത്. നമുക്ക് നോക്കാം. 1 2 3 4 5. ക്ലിയർ ആണോ? ചിത്രത്തിൽ എത്ര മുസ്തത്തീൽ, എത്ര ദീർഘചതുരങ്ങളുണ്ട്? 5 ദീർഘചതുരങ്ങളാണ് ചിത്രത്തിലുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ളത്, ഇവിടെ ഇതാ മറ്റൊരു ചിത്രം നമുക്ക് നൽകിയിട്ടുണ്ട്. ഇതെന്താണ്? ഇത് സമചതുരാണ്. സമചതുരത്തിന് എന്താണ് പറയുക എന്ന് നമ്മൾ അവിടെ എഴുതണം. സമചതുരത്തിന് എന്താ പറയാ? സമചതുരത്തിന് മുറബ്ബ എന്നാ പറയാ. മുറബ്ബ എന്നാണ് സമചതുരത്തിന് പറയാ. എത്ര സമചതുരങ്ങളാണ് ഈ ഒരു കാണുന്ന ചിത്രത്തിലുള്ളത് എന്ന് നമുക്ക് ഇവിടെ നൽകിയിട്ടുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടോ? 3 മുറബ്ബകളാണ് ചിത്രത്തിലുള്ളത്. നമുക്ക് അവയെ ഒന്ന് പരിചയപ്പെടാം. 1 2 അതുപോലെ തന്നെ 3. ഈ കാണുന്ന 3 മുറബ്ബകളാണ്, സ്ക്വയേഴ്സ് ആണ് ഈ കാണുന്ന ചിത്രത്തിലുള്ളത്. അടുത്തത് നമ്മൾ കണ്ടെത്തേണ്ടതാണ് ത്രികോണം. ത്രികോണത്തിന് എന്താണ് അറബിയിൽ പറയുക? നല്ലപോലെ ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ ഒരുപാട് തവണ റിവിഷൻ ചെയ്താണ്, പക്ഷെ ആനുവൽ എക്സാമിന് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ചോദ്യം വന്നിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ആരെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ്. ആരെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് കിട്ടട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോ വീണ്ടും ചെയ്യുന്നത്. മക്കൾ നോക്ക്, ഇവിടെ ത്രികോണത്തിന് നമ്മൾ എന്ത് പറയും? ത്രികോണത്തിന് മുസല്ലസ് എന്നാണ് പറയാ. ത്രികോണത്തിന് മുസല്ലസ് എന്നാണ് പറയുക. ഇവിടെ എത്ര ത്രികോണങ്ങളാണുള്ളത് എന്ന് നമ്മൾ ഇവിടെ എഴുതണം. എണ്ണി നോക്കിയാലോ? നമുക്ക് എണ്ണി നോക്കാം. ഇവിടെ എത്ര ത്രികോണങ്ങളാണ്, എത്ര മുസല്ലസ് ആണ് ഉള്ളത് എന്ന് എണ്ണണം. നമ്മൾ എണ്ണുന്നു. 1 2. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോടാ? ഇല്ല. 2. എത്ര മുസല്ലസുകളാണ് ചിത്രത്തിലുള്ളത്? അതെ, 2 എന്ന് നമുക്ക് ഉത്തരം കിട്ടി. എത്രയാണ്? 2 മുസല്ലസുകളാണ് നമുക്ക് ചിത്രത്തിലുള്ളത്. ഇനി അടുത്തത് വൃത്തമാണ്. വൃത്തത്തിന് എന്താണ് അറബി പറയാ? വൃത്തത്തിന് ദാഇറത്തുൻ എന്ന് പറയാ. എന്താണ്? ദാഇറത്തുൻ എന്നാണ് നമ്മൾ വൃത്തത്തിന് അറബിയിൽ പറയാ. ചിത്രത്തിൽ എത്ര ദാഇറത്ത് ഉണ്ട് എന്നാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. നോക്കിയാലോ? നോക്കാം. ചിത്രത്തിൽ എത്ര ദാഇറത്താണുള്ളത്? നോക്കാം. ഇവിടെ ഒരു ദാഇറത്ത് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരു വൃത്തത്തെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ മറ്റൊരു വൃത്തത്തെ കാണാൻ പറ്റും. ഇനി വൃത്തങ്ങൾ ഉണ്ടോ? ഇല്ല. 2 ദാഇറത്താണ് നമുക്ക് ചിത്രത്തിൽ നൽകിയിട്ടുള്ളത്. ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ പല ചിത്രങ്ങളായിട്ട് നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് മുസ്തത്തീൽ, എന്താണ് മുറബ്ബ, എന്താണ് മുസല്ലസ്, എന്താണ് ദാഇറത്ത്. ഈ കാര്യങ്ങൾ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. നമുക്ക് പരീക്ഷ വളരെ എളുപ്പമായിട്ട് എഴുതാൻ പറ്റും. ഇൻഷാ അല്ലാഹ് തൽക്കാലം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് ലൈവിൽ വീണ്ടും കാണാം. അതുവരേക്കും മഅസ്സലാം.